चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नाम श्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रतितकृपया श्रीगुरुं तं नतोऽस्मि। ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 11ാമത്തെ അധ്യായത്തിലേക്കാണ്. 11ാമത്തെ അധ്യായം നിത്യാനന്ദ പ്രഭുവിൻ്റെ ശാഖകളെക്കുറിച്ചിട്ട് പറയുന്ന അധ്യായമാണ്. നിത്യാനന്ദ പ്രഭുവിൽ നിന്നും നിത്യാനന്ദ പ്രഭുവിൻ്റെ സേവകന്മാരായിട്ടുള്ള നിത്യാനന്ദ പ്രഭുവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഭക്തന്മാരുടെ ഗണനമാണ് ഈ 11ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഈ അധ്യായം തുടങ്ങുന്നത് നിത്യാനന്ദ പ്രഭുവിനെ വന്ദിച്ചുകൊണ്ടാണ്. നിത്യാനന്ദ പദാംബോജ ഭൃംഗാൻ പ്രേമമധൂന്മദാൻ നത്വാഖിലാൻ തേഷു മുഖ്യ ലിഖ്യന്തെ കതിചിന്മയ. നിത്യാനന്ദ പ്രഭുവിൻ്റെ എല്ലാ ഭക്തന്മാർക്കും ഞാൻ എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ പാദപദ്മങ്ങളിൽ നിന്നും തേൻ നുകരുന്നവരാണ്. അവരെക്കുറിച്ചിട്ട്, അവരിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ളവരെക്കുറിച്ചിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി 11ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ജയ ജയ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ താൻഹാര ചരണാശ്രിതയേ സൈ ധന്യ. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചരണങ്ങളെ ആശ്രയം പ്രാപിച്ചവർ എല്ലാവരും ധന്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ ശ്ലോകം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങളെ ആശ്രയിക്കാൻ കഴിയുന്ന എല്ലാവരും അവരുടെ ജന്മം ധന്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. എപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ ജീവിതം ധന്യമാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെ അതിനുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവരുടെ ജീവിതം ധന്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, വിശിഷ്യ ചൈതന്യ മഹാപ്രഭു ഏറ്റവും പതിതരായിട്ടുള്ളവർക്ക് കാരുണ്യമേകുന്ന നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായത്തെ, ഏറ്റവും പതിതരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും ഉയർന്ന പദം നൽകുന്ന ആ മഹാവദന്യായ അവതാരമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ഭക്തവത്സലൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഭക്തന്മാരോട് അത്യധികം വാത്സല്യമുള്ള ഭഗവാൻ ഭക്തവത്സലൻ. പക്ഷേ ഭക്തവത്സലനായ ഭഗവാനും എന്താണ് പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ, അല്ലേ? അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുവാൻ എല്ലാവർക്കും അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചൈതന്യ മഹാപ്രഭു എന്താണ് പറഞ്ഞത്?
എല്ലായ്പ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം മറ്റുള്ളവരുമായി അവർക്ക് പകർന്നു നൽകുക. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഏറ്റവും പതിതരായിട്ടുള്ളവർക്ക് നൽകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഔഷധം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. ഇത് ഇത്രയും സുലഭമാക്കി തന്നതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ധന്യമായി തീരുന്നത്. ഇത്രയും ലളിതമായിട്ടുള്ള ഒരു വഴി ചൈതന്യ മഹാപ്രഭു അല്ലാതെ മറ്റാരുമേ നൽകിയിട്ടില്ല. അതുകൊണ്ടും കൂടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചരണാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചവർ ധന്യരാകുന്നു. വേദാധ്യയനത്തിനും അപ്പുറത്തോട്ട്, വർണ്ണാശ്രമധർമ്മത്തിനും അപ്പുറത്ത് എന്ന് വേണ്ട മറ്റ് എന്ത് ചര്യ തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെല്ലാറ്റിനും അപ്പുറത്തോട്ട് ഭഗവത് ദിവ്യനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം മറ്റെന്തിലൂടെയെല്ലാം എന്തെല്ലാം പരിപൂർണതകൾ ഒരുവന് നേടുവാൻ കഴിയുമോ അതെല്ലാം ഒരൊറ്റ മഹാമന്ത്രം കൊണ്ടിട്ട് നമുക്ക് നേടിത്തരുന്ന ഏറ്റവും മഹാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു താൻഹാര ചരണാശ്രിതയെ സെയ് ധന്യ എന്ന് ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. ഏറ്റവും ധന്യന്മാരായിട്ടുള്ള വ്യക്തികളാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിക്കുവാൻ വരുന്നത്. ചൈതന്യ മഹാപ്രഭുവിനെ ആശ്രയിക്കാൻ വരുന്ന സമയത്ത് നമ്മളാരും ഒട്ടും തന്നെ നല്ലവരല്ല. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ ആശ്രയം നൽകിക്കഴിയുമ്പോൾ നമ്മളെല്ലാവരും ധന്യരായി തീരുകയാണ്. അതിന് ഏറ്റവും വലിയ അധമനാണെങ്കിൽ പോലും ആ വ്യക്തിയും ഏറ്റവും ധന്യനായി തീരുന്നു. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വിശേഷാൽ കാരുണ്യം അഥവാ കൃപ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിലും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വീണ്ടും വീണ്ടും അത് എടുത്തു പറയുന്നത്. അതിനുശേഷം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പിന്നീട് പറയുന്നുണ്ട്, നിത്യാനന്ദ പ്രഭുവിൻ്റെ ശാഖയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഉയരത്തിലുള്ള ശാഖ നിത്യാനന്ദ പ്രഭുവിൻ്റെ ശാഖയാണ്. ആ ശാഖയിൽ നിന്നും മറ്റനേകം ശാഖകളും ഉപശാഖകളും ഉണ്ടാകുന്നു. ഇവയെല്ലാം തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആഗ്രഹം ആകുന്ന ജലം കൊണ്ട് സേചനം നടത്തപ്പെട്ടവയാണ്. അതുകൊണ്ട് ലോകമെമ്പാടും പ്രേമഭക്തിയുടെ ഫലം ഈ ശാഖകളിലൂടെ വിതരണം ചെയ്യപ്പെടുന്നു. എന്നിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, അസംഖ്യ അനന്തഗണ കേ കരു ഗണന ആപാനശോധിതേ കഹി മുഖ്യ ജന. അസംഖ്യ അനന്തഗണ കേ കരു ഗണന, അതായത് അസംഖ്യം അനന്തമാണ് ഈ ഗണങ്ങളെല്ലാവരും. കേ കരു ഗണന, ഇത് എങ്ങനെ ഗണിക്കാൻ പറ്റില്ല. പക്ഷേ ആപാനശോധിതേ കഹി മുഖ്യ ജന, ഇതാണ് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ്? ആപാനശോധിതേ കഹി മുഖ്യ ജന. അതായത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, എൻ്റെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഏറ്റവും പ്രാമാണ്യമുള്ളവരെ കുറിച്ചിട്ട് പറയാം എന്ന് ശ്രീല പ്രഭുപാദർ അവിടെ പറയുന്നുണ്ട്. ഒരു വ്യക്തിയും അതീന്ദ്രിയമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള എഴുത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രബന്ധങ്ങൾ ഇവയെല്ലാം തന്നെ ഒരു തന്നേക്കാൾ ഉയർന്ന ഒരു അധികാരിയുടെ അനുവാദത്തോടെയും അനുഗ്രഹാശിസ്സുകളോടെയും വേണം ചെയ്യുവാനായിട്ട്. എന്തുകൊണ്ടാണ്? അതിലൂടെ ഒരുവൻ ശുദ്ധീകരിക്കപ്പെടുന്നു. അതിനുശേഷം പ്രഭുപാദർ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യവും കൂടെ അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്താണത്? കൃഷ്ണാവബോധ അധിഷ്ഠിതമായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന എല്ലാ ചര്യകളും
എല്ലാ കാര്യങ്ങളും പ്രഭുപാദർ പറയുന്നു ആപാന ചോദ്യത്തെ, അതായത് എൻ്റെ ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഞാൻ ഏർപ്പെടുന്ന ഏതൊരു കൃഷ്ണാവബോധ പ്രക്രിയയാണെങ്കിലും അത് ആദ്യം എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന എന്ത് കാര്യവുമായിക്കൊള്ളട്ടെ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നാം ആദ്യം ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്ന ഭക്തന്മാരെ നമ്മൾ തീർത്ഥപാത എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? സ്വയം തീർത്ഥമായി തീരുന്ന ഭക്തന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സംഘം കൊണ്ടിട്ട് മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഭക്തന്മാരുണ്ട്. പക്ഷേ നമ്മൾ ആ ഗണത്തിൽപ്പെടുന്നവരല്ല. നമ്മളെല്ലാവരും അപാനശോധിത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം, നമ്മളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ സത്സംഗവും പ്രധാനമായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ആത്മശുദ്ധീകരണം നടക്കുന്നത്? നമ്മളിവിടെ കേൾക്കുന്ന പേരുകളെല്ലാം, പ്രത്യേകിച്ചും നമ്മളാരും ചൈതന്യലീലയിൽ വലിയ വിദഗ്ധരൊന്നുമല്ലെങ്കിൽ തന്നെയും നമ്മളിരുന്നിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി എന്ന് പറയുന്ന ആ മഹാഭക്തൻ രചിച്ച ഈ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നും നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ് ഇവിടെ നിത്യാനന്ദ പ്രഭുവിൻ്റെ പ്രധാന പാർഷദരാരൊക്കെയാണ് എന്നതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ആ ഭക്തന്മാരുടെ പേരുകൾ, ഇവിടെ അനേകം പേരുകൾ ഈ അധ്യായത്തിലൂടെ കടന്നു പോകും. ഇവയെല്ലാം നമ്മൾ ശ്രവിക്കുന്നു, ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ പരാമർശിക്കുന്ന പേരുകളിൽ വലിയൊരു ശതമാനം ഈ ഭക്തന്മാരെ നമ്മൾ ഓർത്തിരിക്കുകയില്ല. പക്ഷേ ഒരു തവണ ഇവരെക്കുറിച്ചെല്ലാം കേൾക്കുന്നത് നമ്മുടെ ഞാനാകുന്ന ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും, ഉദാഹരണത്തിന് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇനി കാണാൻ പോകുന്ന ഈ വ്യക്തികളെല്ലാവരും തന്നെ ശ്രീ നിത്യാനന്ദ പ്രഭുവിന് വളരെ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവരെക്കുറിച്ചിട്ട് അറിയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നിത്യാനന്ദ പ്രഭുവിനെയും സ്മരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ കൂടുതൽ ദയാലുവായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിത്യാനന്ദ പ്രഭു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിത്യാനന്ദ പ്രഭുവിൻ്റെ സ്മരണ നമുക്ക് ഉണ്ടാകുന്നു ഇത്തരം ചർച്ചയിലൂടെ. അതുകൊണ്ട് നമ്മുടെ ആത്മശുദ്ധീകരണം അവിടെ നടക്കുന്നു. അടുത്തതായി ശാഖകളിലേക്ക് കടന്നുകൊണ്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, നിത്യാനന്ദ പ്രഭുവിൻ്റെ ഏറ്റവും വലിയ ശാഖ എന്ന് പറയുന്നത് തന്നെ നിത്യാനന്ദ പ്രഭുവിൻ്റെ പുത്രനായ വീരഭദ്ര ഗോസ്വാമിയാണ്. അദ്ദേഹം ക്ഷീരോദകശായ വിഷ്ണുവിൻ്റെ അംശമാണ്. പക്ഷേ അദ്ദേഹം പരമപുരുഷൻ്റെ അംശമായിരുന്നിട്ട് കൂടെ ഒരു മഹാഭക്തനായിട്ടാണ് സ്വയം മറ്റുള്ളവരോട് അദ്ദേഹം പ്രകടനായത്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചര്യകളും വളരെ കൃത്യനിഷ്ഠതയോടുകൂടി പാലിച്ചുകൊണ്ട് ഒട്ടുമേ അഹങ്കാരം, ഗർവം ഇല്ലാതെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ചൈതന്യ ഭക്തി മണ്ഡപേ മൂലസ്തംഭ എന്നാണ് ചൈതന്യ ചരിതാമൃതം വീരഭദ്ര ഗോസ്വാമിയെക്കുറിച്ചിട്ട് വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു നിർമ്മിച്ച ഭക്തി മണ്ഡപത്തിൻ്റെ മൂലസ്തംഭമാണത്രേ വീരഭദ്ര ഗോസ്വാമി. അപ്പോൾ ആ വീരഭദ്ര ഗോസ്വാമിയിൽ നിന്നും അനേകം ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ ആ ശാഖയിൽ നിന്നും ഉണ്ടായവരുണ്ട്. അവരുടെയെല്ലാം ധാരാളം വർണ്ണനകൾ ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഠാക്കൂറിൻ്റെ അനുഭാഷ്യത്തിൽ നൽകുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ആ ശാഖയെ പരിപോഷിപ്പിച്ചത് എന്ന്. വീരഭദ്ര ഗോസ്വാമിയുടെ ശാഖയിലുള്ള ആ പരമ്പരയിലൂടെ വന്നിട്ടുള്ള അനേകം വൈഷ്ണവർ ഇന്നും ഗൗഡദേശത്ത് പലയിടങ്ങളിലുമായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ഞാൻ വീരഭദ്ര ഗോസ്വാമിയെ ആശ്രയിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലൂടെ
ചൈതന്യചരിതാമൃതം എഴുതുവാനുള്ള എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കും എന്ന്. വീണ്ടും ഇവിടെ നമ്മൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ വിനമ്രത ഒന്നുകൂടെ കാണുകയാണ്. ഈ മഹാഭക്തനെ സ്മരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, വീരഭദ്ര ഗോസ്വാമിയുടെ അനുഗ്രഹം എനിക്കുള്ളതിനാൽ ഈ ചൈതന്യചരിതാമൃതം യഥാവിധം രചിക്കുവാനുള്ള മാർഗനിർദ്ദേശം അദ്ദേഹത്തിൽ നിന്നും ലഭിക്കും എന്ന്. അടുത്തതായി പറയുന്നത് ശ്രീരാമദാസ് എന്ന് പറയുന്ന ഇദ്ദേഹം ശ്രീധാം എന്ന് പറയുന്ന കൃഷ്ണലീലയിലുള്ള 12 പ്രധാന ഗോപാലകന്മാരിൽ ഒരാളായ ശ്രീധാം ആണ് ശ്രീരാമദാസ് അഥവാ അഭിരാം ഠാക്കൂർ എന്ന് പറഞ്ഞ് നിത്യാനന്ദ പ്രഭുവിൻ്റെ ഒരു വളരെ ശക്തനായ ഒരു പാർഷദനാണ് ഈ പറയുന്ന അഭിരാം ഠാക്കൂർ. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിനോടൊപ്പം നവദ്വീപിൽ ഗൗഡദേശത്തിൽ പ്രചാരത്തിന് നിത്യാനന്ദ പ്രഭുവിനെ വളരെയധികം സഹായിച്ച വ്യക്തിയാണ് അഭിരാം ഠാക്കൂർ. അഭിരാം ഠാക്കൂറിനെ പറ്റിയിട്ട് ധാരാളം രസകരമായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. നിത്യാനന്ദ പ്രഭുവിനെ പറ്റി നമുക്കറിയാം, അദ്ദേഹം ഒരു അവധൂതനാണ്. നിത്യാനന്ദ പ്രഭു സന്തോഷമെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളാണ്. ക്രോധം വന്നു കഴിഞ്ഞാൽ നിത്യാനന്ദ പ്രഭു വളരെയധികം ക്രോധം പ്രകടിപ്പിക്കുന്ന ആളാണ്. കാരണം ബലരാമനാണ്. ബലരാമനെയും നമുക്കറിയാം. ബലരാമൻ പല ഘട്ടങ്ങളിലും വളരെ ക്രോധിതനാകുന്നത് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യാനന്ദ പ്രഭുവും അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നതും നമുക്ക് ചൈതന്യചരിതാമൃതത്തിൽ കാണാം. അങ്ങേയറ്റം കുപിതനാകുന്നതും നമുക്ക് കാണാം. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിൻ്റെ വളരെ അടുത്ത ചില പാർഷദരും അദ്ദേഹത്തിൻ്റെ തുല്യമായ അത്തരത്തിലുള്ള സ്വഭാവക്കാർ ചിലരുണ്ട്. അതിൽ ഒരു പ്രധാനിയാണ് ഈ അഭിരാം ഠാക്കൂർ എന്ന് പറയുന്ന ഇദ്ദേഹം വളരെ ശക്തനായ ഒരു ആചാര്യനായിരുന്നു. ഇദ്ദേഹം ധാരാളം നിരീശ്വരവാദികളെ വൈഷ്ണവന്മാരാക്കിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും നിത്യാനന്ദ പ്രഭുവുമായിട്ട് ആ ഗോപാലകനായിരുന്നത് കൊണ്ട് അതേ സാഖ്യഭാവത്തിലാണ് അഭിരാം ഠാക്കൂർ നിത്യാനന്ദ പ്രഭുവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹം അമാനുഷികമായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അഭിരാം ഠാക്കൂർ. അപ്പോൾ ഒരിക്കൽ അഭിരാം ഠാക്കൂർ ഒരു വലിയ മരം എടുത്ത് പൊക്കിയത്രേ. സാധാരണയായിട്ട് ഒരു 32 പേരെങ്കിലും വേണമത്രേ അത്രയും വലിയ ഒരു തടി എടുത്ത് പൊക്കുവാനായിട്ട്. അത് ഇവിടെ ഭക്തിരത്നാകര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അഭിരാം ഠാക്കൂർ അതിനെ ഒരു പുല്ലാങ്കുഴൽ എടുത്ത് ഉയർത്തുന്ന അതേ ലാഘവത്തോടു കൂടി എടുത്ത് ഉയർത്തി എന്ന് പറയുന്നു. അഭിരാം ഠാക്കൂർ അതുപോലെ തന്നെ അദ്ദേഹം വിഷ്ണുശില അല്ലാത്ത, വിഷ്ണു തത്വമല്ലാത്ത ആരെങ്കിലും അഭിരാം ഠാക്കൂർ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തൽക്ഷണമില്ലാതാകും. അതായത് ഒരു ശിലയുണ്ട്, അതിനെ അഭിരാം ഠാക്കൂർ നമസ്കരിക്കുകയാണെങ്കിൽ ശില പൊടിഞ്ഞു പോയാൽ അത് വിഷ്ണുശിലയല്ല. അഭിരാം ഠാക്കൂറിൻ്റെ നമസ്കാരം ഏറ്റുവാങ്ങിയിട്ട് ജീവനോടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി പരമവൈഷ്ണവനാണെന്നർത്ഥം. അപ്പോൾ വീരചന്ദ്ര ഗോസ്വാമിയെ ഗംഗാദേവി എന്ന് പറയുന്ന നിത്യാനന്ദ പ്രഭുവിൻ്റെ പുത്രിയെയും ഇദ്ദേഹം നമസ്കരിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അഭിരാം ഠാക്കൂർ അങ്ങനെയാണ് എല്ലാവരെയും പരീക്ഷിച്ച് പോന്നിരുന്നത്. അപ്പോൾ അഭിരാം ഠാക്കൂറിൻ്റെ നമസ്കാരം ആർക്ക് സ്വീകരിക്കാൻ കഴിയുമോ അവർക്ക് ജീവിക്കാം എന്ന് വെച്ചാൽ അത്രയും ശക്തനായ ഒരു ആചാര്യനായിരുന്നു ശ്രീ അഭിരാം ഠാക്കൂർ. അഭിരാം ഠാക്കൂറിനോടൊപ്പം തന്നെ നിത്യാനന്ദ പ്രഭുവിനെ ഗൗഡദേശത്തിൽ പ്രചാരത്തിന് സഹായിച്ച ഗദാധരദാസ് എന്ന് പറയുന്ന മറ്റൊരു ഭക്തനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ വച്ചിട്ട് നിത്യാനന്ദ പ്രഭു
ശ്രീകൃഷ്ണ ഭഗവാന്റെ ദാനകേളി എന്ന് പറയുന്ന ലീലയെക്കുറിച്ചിട്ട് ഒരു നാടകം അവരഭിനയിച്ചു. അതിൽ നിത്യാനന്ദ പ്രഭുവും അഭിനയിച്ചു. അടുത്തതായി പറയുന്നത് ഘോഷ് സഹോദരന്മാരെ കുറിച്ചിട്ടാണ്. നമ്മളിവരെക്കുറിച്ചിട്ട് നേരത്തെയും കണ്ടിട്ടുണ്ട്. ശ്രീ മാധവ ഘോഷ്, ശ്രീ വാസുദേവ ഘോഷ്. ഇവർ രണ്ടുപേരും പ്രധാന കീർത്തനീയരായിരുന്നു. മാധവ ഘോഷ് കീർത്തനം ചെയ്യുമ്പോഴാണ് നിത്യാനന്ദ പ്രഭു അതീന്ദ്രിയമായ ആനന്ദത്തിൽ നൃത്തം ചെയ്യുന്നത്. അതുപോലെ തന്നെ വാസുദേവ ഘോഷ് നിത്യാനന്ദ പ്രഭുവിനെയും ചൈതന്യ മഹാപ്രഭുവിനെയും കുറിച്ചിട്ട് കീർത്തനം ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന കല്ല് പോലും അലിഞ്ഞു പോകുമായിരുന്നു അത്രയ്ക്ക് അതിസുന്ദരമായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും ശ്രീ നിത്യാനന്ദ പ്രഭുവിനെയും കീർത്തനം, അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് അതിസുന്ദരമായ കീർത്തനങ്ങൾ ആലപിച്ചിരുന്ന വ്യക്തിയാണ് വാസുദേവ ഘോഷ്. അദ്ദേഹത്തിൻ്റെ കീർത്തനം കേൾക്കുമ്പോൾ മരം പൊടിഞ്ഞു പോകും, കല്ല് അലിഞ്ഞു പോകും എന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. ഇവരുടെ രണ്ടുപേരുടെയും സഹോദരനായിരുന്നു ശ്രീ ഗോവിന്ദ ഘോഷ്. ശ്രീ ഗോവിന്ദ ഘോഷ് എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹത്തിന് പ്രായമായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സുകൊണ്ടിങ്ങനെ വിഷമം വിചാരിച്ചു. അദ്ദേഹം വിചാരിച്ചു, ഞാനിങ്ങനെ ഒറ്റത്തടിയാണ്, ഞാനിങ്ങനെ ഭഗവാനെയും സേവിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ മരണശേഷം എനിക്ക് അന്ത്യേഷ്ട്യക്രിയ ചെയ്യാൻ പോലും ആരുമേയില്ല എന്നിങ്ങനെ അദ്ദേഹം മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പൂജിച്ചിരുന്ന വിഗ്രഹം ശ്രീ ഗോപിനാഥ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗോപിനാഥ വിഗ്രഹത്തെയാണ് ഗോവിന്ദ ഘോഷ് ആജീവനാന്ത കാലം പൂജിച്ചിരുന്നത്. അപ്പോൾ ഗോവിന്ദ ഘോഷിന് ഭഗവാൻ ദർശനം നൽകിയിട്ട് പറഞ്ഞു, അല്ലയോ ഗോവിന്ദ, അങ്ങൻ്റെ പരമഭക്തനാണ് എന്നെനിക്കറിയാം, അതുകൊണ്ട് അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അങ്ങയുടെ അന്ത്യേഷ്ട്യക്രിയ ഞാൻ തന്നെ നടത്തും. ഇന്നും ബംഗാളിൽ ബർദ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഗോപിനാഥ് ജിയുടെ ക്ഷേത്രമുണ്ട് എന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗോപിനാഥ് ഭഗവാൻ ശ്രീ ഗോവിന്ദ ഘോഷിനെ തൻ്റെ പിതാവായി സ്വീകരിച്ചു. എല്ലാ വർഷവും ശ്രീ ഗോവിന്ദ ഘോഷ് തൻ്റെ ജീവൻ വെടിഞ്ഞ ആ ദിവസം ഭഗവാൻ ഗോപിനാഥ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശ്രാദ്ധക്രിയ അനുഷ്ഠിക്കുന്നതായി കണ്ടുവരുന്നു എന്ന് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാനിങ്ങനെ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വയസ്സുകാലത്ത് എന്നെ ആര് നോക്കും എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വച്ച് ഭഗവത് സേവനത്തിൽ മാത്രം ഏർപ്പെടുകയാണെങ്കിൽ ശ്രീ ഗോവിന്ദ ഘോഷ് എന്ന് പറയുന്ന ആ പരമഭക്തനെ എപ്രകാരം ഭഗവാൻ തൻ്റെ പിതാവായി സ്വീകരിച്ചുവോ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രചോദനമേകുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിൽ കുംഭകോണത്തിൽ ഉള്ള സാരംഗപാണി പെരുമാൾ എന്ന് പറയുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. കുംഭകോണത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ഗോപുരമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ സാരംഗപാണി പെരുമാൾ ക്ഷേത്രം. അവിടെ ലക്ഷ്മി നാരായണ എന്ന് പറയുന്ന ഒരു അർച്ചകനുണ്ടായിരുന്നു. അദ്ദേഹവും ബ്രഹ്മചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു സാരംഗപാണിക്ക് കുംഭകോണത്തിൽ തന്നെ വച്ച് ഏറ്റവും ഉയരമുള്ള ഒരു ഗോപുരം പണി കഴിപ്പിക്കണം എന്ന്. ആ പരിശ്രമത്തിൽ ഈ ഭക്തൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത് അയാൾ അറിഞ്ഞതേയില്ല. അപ്പോൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ
ഇദ്ദേഹത്തെ പലരും ഉപദേശിച്ചു. ഭഗവാന്റെ ഗോപുരം കെട്ടുന്നതെല്ലാം കൊള്ളാം, ഒരു വിവാഹം കഴിച്ചാൽ വയസ്സുകാലത്ത് പരിചരിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള സമയം കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഭഗവാന്റെ സേവനത്തിൽ എല്ലായ്പ്പോഴും അതിൽ തന്നെ അദ്ദേഹം വളരെ നിമഗ്നനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലം കഴിയാറായി. അദ്ദേഹം വൃദ്ധനായി. ഒരു ദിവസം അദ്ദേഹം ജീവൻ വെടിഞ്ഞു. അതേ ദിവസം സാരംഗപാണി പെരുമാൾ അപ്പോൾ ഉണ്ടായിരുന്ന തൻ്റെ അർച്ചകൻ്റെ സ്വപ്നത്തിൽ ദർശനം നൽകിയിട്ട് പറഞ്ഞു, നാളെ രാവിലെ ക്ഷേത്രം തുറന്ന് എൻ്റെ കയ്യിൽ നിന്നും ദർഭയേന്തിക്കൊണ്ട് നിങ്ങൾ പോയി ലക്ഷ്മീനാരായണൻ്റെ അന്ത്യേഷ്ടിക്രിയ ചെയ്യണം. അതായത് ഞാനാണ് ചെയ്യുന്നത്, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും ദർഭ സ്വീകരിച്ച് നിങ്ങൾ പോയി ചെയ്യണം എന്ന്. ഇന്നും ആ ദിവസം, വർഷത്തിലൊരു ദിവസം, സാരംഗപാണി പെരുമാൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ദർഭ സ്വീകരിച്ചുകൊണ്ട് ആരാണോ മുഖ്യ പൂജാരി, ആ പൂജാരി പോയിട്ട് ഇന്നും പിണ്ടദാനം നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഭഗവാനെ സ്വീകരിക്കുന്ന, ഭഗവത് സേവനം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാൻ എന്ത് നൽകും എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ളതെല്ലാം നൽകും. ഇത് നമ്മൾ ജടായുവിൻ്റെ ചരിത്രത്തിലും കാണുന്നുണ്ട്. ജടായുവും ഭഗവാന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ചു. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ജടായുവിന് അന്ത്യേഷ്ടിക്രിയ നടത്തി, അല്ലേ? അപ്പോൾ പലയിടത്തും നമുക്കിങ്ങനെ കാണാം, ഭഗവാൻ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അപ്രകാരമുള്ള ഒരു മഹാഭക്തനായിരുന്നു ശ്രീ ഗോവിന്ദഘോഷ്. അപ്പോൾ ചൈതന്യ ലീലയിലും നമുക്ക് ഇപ്രകാരമുള്ള ഒരു മഹാഭക്തനെ കാണുവാൻ കഴിയുന്നു. അതിനുശേഷം വരുന്ന മറ്റൊരു പ്രധാന ശാഖ, മറ്റൊരു പ്രധാന ഭക്തൻ എന്ന് പറയുന്നത് മുരാരി ചൈതന്യദാസ് എന്ന് പറയുന്ന ഒരു ഭക്തനാണ്. മുരാരി ചൈതന്യദാസിനെ കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹവും ഞാൻ നേരത്തെ പറഞ്ഞ അഭിരാം ഠാക്കൂറിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു വിശിഷ്ട ഭക്തനാണ്. ഈ മുരാരിദാസ് ഠാക്കൂർ ആരാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനു മുൻപ് ഒരു സാരംഗ ഠാക്കൂറിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്ത ഒരു സാരംഗ ഠാക്കൂർ. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും പറഞ്ഞു, ശിഷ്യത്വം, ശിഷ്യനെ സ്വീകരിക്കുക, ശിഷ്യനെ സ്വീകരിക്കുക എന്ന്. അങ്ങനെ ഒരു മൃതശരീരത്തിന് നാമം, മന്ത്രം, ദീക്ഷ നൽകിയ ആളാണ് സാരംഗ ഠാക്കൂർ. അപ്പോൾ ആ സാരംഗ ഠാക്കൂർ മന്ത്രം നൽകി ജീവിപ്പിച്ചെടുത്ത വ്യക്തിയാണ് മുരാരി ചൈതന്യദാസ്. അപ്പോൾ മുരാരി ചൈതന്യദാസിനെ സംബന്ധിച്ചിടത്തോളം സാരംഗ മുരാരി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഒരു ഭയവുമില്ലായിരുന്നു. ഒരു ഭയവുമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ചിലപ്പോൾ അദ്ദേഹം വിഷപ്പാമ്പുകളെ മടിയിലെടുത്തിരുത്തും, ചിലപ്പോൾ അദ്ദേഹം കാട്ടിലുള്ള കടുവകളെ തുരത്തും, എന്നിട്ട് അവയെ വാലിൽ പിടിച്ചിട്ട് കർണത്തിലടിക്കും. ഇങ്ങനെയെല്ലാം, അതായത് യാതൊരു ഭയവുമില്ല അദ്ദേഹത്തിന്. ചില ദിവസങ്ങളിൽ അദ്ദേഹം 2-3 ദിവസം തുടർച്ചയായി ജലത്തിൽ മുങ്ങിയിരിക്കും, എന്നാലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. അതായത് അദ്ദേഹം എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തിരുന്നത് എന്നൊരു വലിയ ചോദ്യം നമുക്കുണ്ടായേക്കാം. പക്ഷേ ചൈതന്യലീലയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സാരംഗ ഠാക്കൂർ അദ്ദേഹത്തിന് ദീക്ഷ നൽകിയ ആ ക്ഷണം മുതൽ അദ്ദേഹം 24 മണിക്കൂറും ഭഗവത് ദിവ്യനാമ ജപത്തിൽ മാത്രം ചിലവഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിലവഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന വിഷപ്പാമ്പിനെയും ഭയമില്ല, കടുവകളെയും ഭയമില്ല. അപ്പോൾ ഇത് വേറെ
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിത്യാനന്ദ പ്രഭുവിൻ്റെ പാർഷദ ഭക്തന്മാരെല്ലാവരും ഒരൽപ്പം വ്യത്യസ്ത സ്വഭാവക്കാരാണ് എന്ന്. ഇവരെല്ലാവരും നിത്യാനന്ദേര ഗണയത സഭവ്രജശഖ ശൃംഗവേത്ര ഗോപവേഷ ക്ഷീരേഷിക്ക് പാഖ. അതായത് ഇവരെല്ലാവരും നിത്യാനന്ദ പ്രഭുവിൻ്റെ ഈ പറയുന്ന പ്രധാന പാർഷദിൽ ഒരു 12 പേരെന്ന് പറയുന്നത് ആ വ്രജലീലയിൽ ഉണ്ടായിരുന്ന 12 പ്രധാനികളായിട്ടുള്ള ഗോപാലകന്മാരായിരുന്നു. അടുത്തതായി പറയുന്ന ഒരു പ്രധാന ഭക്തൻ രഘുനാഥ വൈദ്യ എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹവും വ്രജലീലയിൽ ഉണ്ടായിരുന്നു. അടുത്തതായി സുന്ദരാനന്ദ ഠാക്കൂർ എന്ന് പറയുന്ന സുന്ദരാനന്ദ ഠാക്കൂർ സുദാമ എന്ന് പറയുന്ന ഗോപാലകനായിരുന്നു. അടുത്തതായി പറയുന്ന കമലാകര പിപ്പലായ് എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവത് പ്രേമത്തിൻ്റെ മൂർത്തിഭാവമാണ് കമലാകര പിപ്പലായ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രേമം എന്താണ് എന്ന് പഠിക്കണമെങ്കിൽ കമലാകര പിപ്പലായെ കണ്ടാൽ മതി. ഇതാണ്. അടുത്തതായി പറയുന്ന മറ്റ് രണ്ട് ഭക്തന്മാർ സൂര്യദാസ സരഖേല, കൃഷ്ണദാസ സരഖേല എന്നിവരാണ്. ഇതിൽ സൂര്യദാസ സരഖേലയുടെ 2 പുത്രിമാരാണ് ജാനവ, വസുധ എന്നിവർ. ഇവർ 2 പേരുമാണ് നിത്യാനന്ദ പ്രഭുവിൻ്റെ പത്നിമാർ. അടുത്തതായിട്ട് പറയുന്ന ഗൗരീദാസ പണ്ഡിതനെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹം 4ാമത്തെ ഗോപാലകനായ സുബല എന്ന് പറയുന്ന ഗോപാലകനാണ് ഇവിടെ ചൈതന്യലീലയിൽ ഗൗരീദാസ പണ്ഡിതനായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രേമ ഉദ്ദണ്ഡ ഭക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭഗവത് പ്രേമം എന്ന് പറയുന്ന ഇദ്ദേഹത്തിനാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. അതായത് അത്തരത്തിൽ ഉള്ള ഭഗവത് പ്രേമം മറ്റുള്ളവർക്ക് നൽകുവാൻ ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന്. ഇത് ഗൗരീദാസ പണ്ഡിതൻ്റെ ഒരു പ്രത്യേകതയായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന് വേണ്ടിയിട്ട് തൻ്റെ എല്ലാം ത്യജിച്ച വ്യക്തിയാണ്. മാത്രമല്ല ഈ സൂര്യദാസ സാരഖേലൻ്റെ ഏറ്റവും ഇളയ അനുജനും കൂടിയായിരുന്നു ഇദ്ദേഹം. അതിനുശേഷം മറ്റൊരു പുരന്ദര പണ്ഡിതൻ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭഗവത് പ്രേമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മന്ദാര പർവ്വതത്തിൻ്റെ അത്രയും വലുതായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഇവരുടെ ഓരോരുത്തരുടെയും ഭഗവത് പ്രേമം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നൽകുന്നത്. അടുത്തതായി പരമേശ്വരദാസ് എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ, ജഗദീഷ പണ്ഡിതൻ എന്ന വേറൊരു ഭക്തൻ, അതിനുശേഷം ധനഞ്ജയ പണ്ഡിതൻ. എല്ലായ്പ്പോഴും കൃഷ്ണപ്രേമത്തിൽ പൂർണ്ണ നിമഗ്നനായിരുന്ന ധനഞ്ജയ പണ്ഡിതൻ 6ാമത്തെ ഗോപാലകനായ വസുധാമ എന്ന് പറയുന്ന വ്രജലീലയിലെ 6ാമത്തെ ഗോപാലനായിരുന്നു ധനഞ്ജയ പണ്ഡിതൻ. അടുത്തതായി മഹേശ പണ്ഡിതൻ എന്ന് പറയുന്ന മറ്റൊരു മഹാഭക്തൻ, ഇദ്ദേഹം 7ാമത്തെ ഗോപാലകനായിരുന്നു. ഈ മഹേശ പണ്ഡിതൻ നമ്മുടെ പാനിഹട്ടി ചിടദഹി ദണ്ഡ മഹോത്സവത്തിലെ ഒരു അംഗമായിരുന്നു. അടുത്തതായി സ്തോകകൃഷ്ണൻ എന്ന് പറയുന്ന വ്രജലീലയിൽ ഉണ്ടായിരുന്ന 8ാമത്തെ ഗോപാലകൻ ഇവിടെ ചൈതന്യലീലയിൽ പുരുഷോത്തമ പണ്ഡിതനായി വന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് നിത്യാനന്ദ പ്രഭുവിൻ്റെ നാമം കേൾക്കുന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് ആനന്ദാതിരേകമുണ്ടാകുമായിരുന്നു എന്നാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ അതിശയകരമായിട്ട് തോന്നിയേക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളും എത്രയോ വർഷങ്ങളായി നിത്യാനന്ദ പ്രഭുവിൻ്റെ പേര് കേൾക്കുന്നു. ഈ പറയുന്ന ഒരു ലക്ഷണവും നമുക്കാർക്കും വന്നില്ലല്ലോ എന്ന് വേണം നമ്മൾ ഓരോരുത്തരും വിലപിക്കുവാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഭക്തന്മാരെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നതും നമ്മുടെ ആത്മശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ് എന്ന്. അതിനുശേഷം 9ാമത്തെ ഗോപാലനായ ലവംഗ എന്ന് പറയുന്ന ഗോപാലൻ കാലിയ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഭക്തനായി വന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന് അപ്പുറത്തോട്ട് അദ്ദേഹത്തിന് മറ്റൊരു സത്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സദാശിവ കവിരാജ് എന്ന് പറയുന്ന ഒരു ഭക്തൻ. അദ്ദേഹം കൃഷ്ണലീലയിൽ ചന്ദ്രാവലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ
പുരുഷോത്തമദാസ് എന്ന് പറയുന്ന 10ാമത്തെ ഗോപാലകനായിരുന്നു. ഇവരെ രണ്ടുപേരെയും ചൈതന്യ ഭാഗവതത്തിൽ മഹാഭാഗ്യവാൻ എന്ന് വൃന്ദാവൻ ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്. അടുത്തതായി കാണു ഠാക്കൂർ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ. ഇദ്ദേഹം പുരുഷോത്തമദാസൻ്റെ പുത്രനായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കൃഷ്ണൻ എല്ലായ്പ്പോഴും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു എന്നാണ്. അതായത് ഭക്തിയുടെ മൂർത്തിമത് ഭാവം എന്ന് വീണ്ടും ഇവിടെ വിശേഷിപ്പിക്കുന്നു. അടുത്തതായി പറയുന്ന ഉദ്ധാരണദത്ത ഠാക്കൂർ. ഉദ്ധാരണദത്ത ഠാക്കൂർ എന്ന് പറയുന്ന ഒരു മഹാഭക്തൻ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം എല്ലായ്പ്പോഴും നിത്യാനന്ദ പ്രഭുവിൻ്റെ പാദപത്മങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്നു. ഉദ്ധാരണദത്ത ഠാക്കൂറാണ് ഒരു പ്രധാനി എന്ന നിലയിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹം സുവർണ വണിക സമുദായത്തിൽപ്പെട്ട ഒരു ഭക്തനായിരുന്നു. സുവർണ വണിക സമുദായത്തിൽപ്പെട്ടവരെല്ലാം വൈശ്യ സമുദായമായിരുന്നു. ഇവരെല്ലാവരും നല്ല പണക്കാരായിരുന്നു. അവർ തങ്ങളുടെ ധനമെല്ലാം ഭഗവത് സേവനത്തിന് വേണ്ടി നിയോഗിച്ച് അങ്ങനെ ഉണ്ടായിരുന്ന ഭക്തന്മാരായിരുന്നു. അപ്പോൾ ഇടക്കാലത്ത് ബല്ലാൽ സേൻ എന്ന് പറയുന്ന ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുവർണ വണികനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിൻ്റെ ഭാഗമായി ഇദ്ദേഹം ഈ സുവർണവണിക സമുദായത്തെ തന്നെ തള്ളിപ്പറയുകയുണ്ടായി. അതായത് പിന്നീട് ഇവരെ സമൂഹത്തിൽ ആരും അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ശ്രീ നിത്യാനന്ദ പ്രഭു ഉദ്ധാരണദത്ത ഠാക്കൂറിനെ തൻ്റെ പാർഷദനായി സ്വീകരിച്ചതിലൂടെയാണ് വീണ്ടും സുവർണ വണിക സമുദായത്തിന് ഒരു ഉന്നമനം ഉണ്ടായത്. എടുത്തു പറയാൻ കാരണം ശ്രീല പ്രഭുപാദരും സുവർണ വണിക സമുദായത്തിൽ പൂർവാശ്രമം അദ്ദേഹത്തിൻ്റേത് സുവർണ വണിക സമുദായത്തിലായിരുന്നു. അടുത്തതായി പറയുന്നത് വൈഷ്ണവാനന്ദ ആചാര്യൻ. അദ്ദേഹം 8 സിദ്ധികളുടെയും മൂർത്തിമത് ഭാവമായിരുന്നു എന്ന് പറയുന്നു. അടുത്തതായി പറയുന്നത് ധാരാളം ഭക്തന്മാരുടെ പേരുകൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. പരമാനന്ദ ഉപാധ്യായ, ശ്രീജീവ പണ്ഡിത, പരമാനന്ദ ഗുപ്ത. ഇവരെല്ലാവരും തന്നെ നിത്യാനന്ദ പ്രഭുവിന് വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന് മാത്രമല്ല എല്ലായ്പ്പോഴും നിത്യാനന്ദ പ്രഭുവിൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഭക്തന്മാരായിരുന്നു. അതിൽ മുകുന്ദ, സൂര്യ, മാധവ, ശ്രീധര എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ, അദ്ദേഹം 12ാമത്തെ ഗോപാലകനായിരുന്നു. അവധൂത പരമാനന്ദ, നവാനി ഹോഡ, സനാതന, കൃഷ്ണാനന്ദ, സുലോചന, ഇങ്ങനെ 75 ഭക്തന്മാരെ കുറിച്ചിട്ട് ഇങ്ങനെ പേരുകൾ ഓരോരുത്തരുടേതായിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. 76ാമത്തെ ഈ ഗണനത്തിൽ വരുന്ന 76ാമത്തെ ഭക്തനാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ആരാണ് ആ 76ാമത്തെ ഭക്തൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് ശ്രീല വൃന്ദാവനദാസ് ഠാക്കൂർ. വൃന്ദാവനദാസ നാരായണീയ നന്ദന ചൈതന്യമംഗളയൻഹോ കരീല രചന. വൃന്ദാവൻദാസ് ഠാക്കൂർ നാരായണീ ദേവിയുടെ പുത്രനായിരുന്നു. ചൈതന്യമംഗളം എന്ന് പറയുന്ന ഗ്രന്ഥം പിൽക്കാലത്തത് ചൈതന്യ ഭാഗവതം എന്ന് അറിയപ്പെട്ടു. ആ ഗ്രന്ഥം രചിച്ചത് വൃന്ദാവനദാസ് ഠാക്കൂറാണ്. അദ്ദേഹത്തെക്കുറിച്ച് തുടർന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ഭാഗവത്തെ കൃഷ്ണലീല വർണ്ണായില വേദവ്യാസ ചൈതന്യ ലീലാത്തെ വ്യാസ വൃന്ദാവനദാസ. അതായത് എപ്രകാരം ശ്രീല വ്യാസദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകളെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞു പോകും, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളുടെ വ്യാസൻ വൃന്ദാവനദാസനാണ് എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. വൃന്ദാവനദാസ് ഠാക്കൂർ യഥാർത്ഥത്തിൽ കൃഷ്ണലീലയിൽ വ്യാസദേവൻ തന്നെയാണ് ചൈതന്യലീലയിൽ വൃന്ദാവൻദാസ് ഠാക്കൂറായിട്ട് വരുന്നത്. മാത്രമല്ല കുസുമാപീഠ എന്ന് പറയുന്ന ഒരു ഗോപാലകനും കൂടെയാണ് ഇദ്ദേഹം എന്ന്. അതായത് വൃന്ദാവൻദാസ് ഠാക്കൂർ
ശ്രീവാസ് ഠാക്കൂറിൻ്റെ മരുമകളായ നാരായണിയുടെ പുത്രനാണ്. അപ്പോൾ ചൈതന്യ ഭാഗവതം എന്ന് പറയുന്ന ആ ഒരു മഹത് ഗ്രന്ഥം വൃന്ദാവൻ ദാസ് ഠാക്കൂറാണ് രചിച്ചിരിക്കുന്നത്. ചൈതന്യ ചരിതാമൃതം കഴിഞ്ഞാൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഗൗഡീയ വൈഷ്ണവരെല്ലാവരും കണ്ടുവരുന്ന ഒരു ഗ്രന്ഥമാണ് ചൈതന്യ ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചൈതന്യ ഭാഗവതം പഠിക്കുക, അതിൻ്റെ പഠനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നതും ഗൗഡീയ വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷം ആ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്, വീരഭദ്ര ഗോസ്വാമി തന്നെയാണ് ചൈതന്യ നിത്യാനന്ദ പ്രഭുവിൻ്റെ ശാഖകളിൽ പ്രധാനി. അദ്ദേഹത്തിൻ്റെ ഉപശാഖകളെല്ലാം തന്നെ അതിനെ ഗണിക്കുവാനേ കഴിയുകയില്ല. അതിനുശേഷം അദ്ദേഹം പറയുന്നു, നിത്യാനന്ദ പ്രഭുവിൻ്റെ പാർഷദരെ സംബന്ധിച്ചിടത്തോളം ഇവർ എല്ലാവരും എത്ര പേരുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, 1000 തലയുള്ള അനന്തന് പോലും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല ഇവർ എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്ന്. അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്, അനർഗള പ്രേമസഭാര ചേഷ്ട അനർഗള പ്രേമദിത്തേ കൃഷ്ണദിത്തേ ധരേ മഹാബല. അതായത് ഈ അധ്യായം അവസാനിക്കുന്നതിൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനർഗള പ്രേമസഭാര ചേഷ്ട അനർഗള പ്രേമദിത്തേ കൃഷ്ണദിത്തേ ധാരേ മഹാബല. ഈ ഭക്തന്മാർക്കെല്ലാവർക്കും അനന്തമായ ശക്തി ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരിക്കലും നിലയ്ക്കാത്ത കൃഷ്ണപ്രേമം മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ട് ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ അസീമിതമായ ശക്തി ഉണ്ടായിരുന്നു. അവരുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം അവർക്ക് എല്ലാവർക്കും കൃഷ്ണപ്രേമം നൽകുവാൻ കഴിയുമായിരുന്നു എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നുണ്ട്, കൃഷ്ണ സേ തുമാർ കൃഷ്ണ ദീത്തെ പാരോ തുമാര ശക്തി അച്ഛേ, കൃഷ്ണ സേ തുമാർ കൃഷ്ണ ദീത്തെ പാഛേ തുമാര ശക്തി അച്ഛേ. അതായത് എന്തുകൊണ്ടാണ് ഞാനിത് പ്രധാനം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളോടെല്ലാവരോടും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അനുഗ്രഹം ചോദിക്കും, അല്ലേ? ഭക്തന്മാരോട് ചോദിക്കും. മറ്റ് ഭക്തന്മാർ പറയും, പ്രഭു എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറയും. ഇല്ലെങ്കിൽ കുറച്ച് തല നരച്ചിട്ടുണ്ടെങ്കിൽ ഇളയ തലമുറ വന്നിട്ട് പറയും, അമ്മാവൻ അല്ലെങ്കിൽ മുത്തച്ഛൻ അല്ലെങ്കിൽ ചിറ്റപ്പൻ അല്ലെങ്കിൽ വലിയപ്പൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും, അല്ലേ? അപ്പോൾ ഈ അനുഗ്രഹം എന്ന് പറയുന്നത് ആർക്കാണ് കൊടുക്കാൻ കഴിയുക? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? എന്തെങ്കിലും സത്കർമ്മം ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശുദ്ധഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ പ്രസക്തമാണ്. അതുകൊണ്ടാണ് ഭക്തി വിനോദ് ഠാക്കൂർ പറയുന്നത്, കൃഷ്ണ സേ തൊമാർ കൃഷ്ണ ദീത്തെ പാരോ തൊമാര ശക്തി ആച്ചേ. കൃഷ്ണ സേ തൊമാർ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അങ്ങയുടേതാണ് എന്നാണ് പറയുന്നത്. കൃഷ്ണ ദീത്തെ പാരോ, അങ്ങയുടെ കയ്യിൽ കൃഷ്ണൻ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ കൃഷ്ണനെ എടുത്ത് എൻ്റെ കയ്യിൽ തരാൻ അങ്ങേക്ക് കഴിയുന്നത്. തൊമാര ശക്തി ആച്ചേ, അതായത് അവിടെ പറയുകയാണ് അങ്ങേക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വൈഷ്ണവനായ ആചാര്യനെ സ്വീകരിക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്.
അതായത് നമ്മൾ ആരുടെ അടുത്തെങ്കിലും ഭിക്ഷ യാചിക്കാൻ പോകുന്നുവെങ്കിൽ ഭിക്ഷ തരാൻ നമ്മൾ ആരെ കാണാനാണോ പോകുന്നത് ആ വ്യക്തി കുറഞ്ഞ പക്ഷം ഒരല്പമെങ്കിലും ധനികനായിരിക്കണം. എങ്കിൽ മാത്രമേ എന്തെങ്കിലും തരൂ. ഇല്ലാതെ നമ്മളെക്കാൾ വലിയ ദരിദ്രൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഭിക്ഷ തരൂ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. അതുകൊണ്ട് കൃഷ്ണഭക്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സത്സംഗത്തിലേർപ്പെടണം. കാരണം ഇതിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ആ അമൂല്യനിധി ഇരിക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല, ഇല്ലേ? നമുക്കാർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം വൈഷ്ണവ സംഘത്തിൽ ഏർപ്പെടുന്നുവോ, എത്രമാത്രം വൈഷ്ണവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുവോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാനും പ്രീതിയുണ്ടാകും. അങ്ങനെയാണ് നമുക്ക് ഈ സത്സംഗത്തിലൂടെ ഭഗവത് ഭക്തി വളരുക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. അതാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. അനർഗള പ്രേമ, അതായത് ഒരിക്കലും ഇടമുറിയാതെ ഒഴുകുന്ന ഭഗവത് പ്രേമത്തിൻ്റെ സ്രോതസ്സുകളാണ് ഈ നമ്മൾ കാണുന്ന, ഇപ്പോൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടുവരുന്ന ഈ ഓരോ വ്യക്തിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ ഒരു 90% മഹാന്മാരുടെ പേരുകൾ പോലും നമ്മൾ ഓർത്തിരിക്കില്ല, ഇല്ലേ? നമ്മളിതിൻ്റെ കുറച്ചുകൂടെ ഇതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ഓരോ മഹാഭക്തനും നമ്മളിപ്പോൾ വായിച്ച ഈ പറയുന്ന 76 പേരിൽ ഞാൻ എല്ലാ പേരുകളും വായിച്ചില്ല. ഈ 76 പേരും ഭജിച്ചിരുന്ന ഭഗവാനാചാര്യ, രഘുനാഥ ഭട്ടാചാര്യ, നീലാംബര എന്നീ ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നു. പിന്നെ അച്യുതാനന്ദൻ എന്ന് പറയുന്ന അദ്വൈതാചാര്യൻ്റെ പുത്രൻ, അദ്ദേഹവും വളരെ കാലം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടൊത്ത് സമയം ചിലവഴിച്ച ഒരു ഭക്തനാണ്. അച്യുതാനന്ദനെ കുറിച്ചിട്ടും ധാരാളം പ്രതിപാദ്യങ്ങൾ ഗൗഡീയ വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അടുത്തതായിട്ട് ചൈതന്യ മഹാപ്രഭുവിനൊപ്പം വാരാണസിയിലുണ്ടായിരുന്ന കുറച്ച് ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് ചന്ദ്രശേഖര വൈദ്യൻ എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ ഇദ്ദേഹത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. വാരാണസിയിൽ മഹാപ്രഭു ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇദ്ദേഹം ഒരു കായസ്ഥനായിരുന്നു, ബ്രാഹ്മണനായിരുന്നില്ല. അതുകൊണ്ട് ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ താമസവും, തപാനമിശ്ര അടുത്ത ഭക്തൻ വാരാണസിയിലുള്ള തപാനമിശ്രയുടെ വീട്ടിലാണ് മഹാപ്രഭു നിത്യവും പ്രസാദം സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം അടുത്ത വാരാണസിയിലെ ഭക്തനാണ് രഘുനാഥ ഭട്ടാചാര്യ അഥവാ രഘുനാഥ ഭട്ട ഗോസ്വാമി. ഇദ്ദേഹം തപാനമിശ്രയുടെ പുത്രനായിരുന്നു. ചൈതന്യ മഹാപ്രഭു തപാനമിശ്രയുടെ വീട്ടിൽ പ്രസാദം കഴിക്കാൻ വരുമ്പോൾ രഘുനാഥ ഭട്ട ഗോസ്വാമിയാണ് ചൈതന്യ മഹാപ്രഭു പ്രസാദം സ്വീകരിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ എല്ലാം വൃത്തിയാക്കിയിരുന്നതും അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലുകൾ അദ്ദേഹമാണ് തടവിക്കൊടുത്തിരുന്നത്. അങ്ങനെ ഇത് രഘുനാഥ ഭട്ട ഗോസ്വാമി ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്നതാണ്. പിന്നീട് അദ്ദേഹം മുതിർന്ന് വന്നപ്പോൾ ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം 8 മാസം അദ്ദേഹം താമസിച്ചിരുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അത്രയും സത്സംഗം കിട്ടിയതിന് ശേഷം മഹാപ്രഭു രഘുനാഥ ഭട്ടാചാര്യരോട് വൃന്ദാവനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്യുവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം പോയി. രൂപഗോസ്വാമിക്ക് കേൾക്കുവാനായിട്ട് ഇദ്ദേഹം നിത്യവും ശ്രീമദ് ഭാഗവതം വായിക്കുമായിരുന്നു. ഈ ശ്രീമദ് ഭാഗവതം വായിച്ച് രൂപഗോസ്വാമിക്ക് കേൾക്കുവാനായി ശ്രീമദ് ഭാഗവതം വായിച്ചതിലൂടെ തന്നെ രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് കൃഷ്ണപ്രേമം സിദ്ധിച്ചു എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു.
മാത്രമല്ല എത്ര സുന്ദരമായി ഭാഗവതം അദ്ദേഹം വായിക്കുമായിരുന്നു, അത്രയും തന്നെ നല്ല പോലെ പ്രസാദം ഉണ്ടാക്കുന്നതിലും അദ്ദേഹം ഒരു വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് വൃന്ദാവനത്തിലുള്ള ഒരു ഗോവിന്ദക്ഷേത്രം പണി കഴിപ്പിച്ചത്. മാത്രമല്ല രഘുനാഥ ഭട്ട ഗോസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും വൈഷ്ണവരുടെ കുറ്റങ്ങൾ കാണുവാൻ തയ്യാറായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അദ്ദേഹത്തോട് പോയിട്ട് ഒരു വൈഷ്ണവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ അദ്ദേഹം അവിടെ നിന്നും പോകുമായിരുന്നു. ഇതെല്ലാമാണ് ഒരു അതിവിശിഷ്ടനായിട്ടുള്ള ഭക്തൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും ഒരു വൈഷ്ണവനെക്കുറിച്ചിട്ട് പ്രതികൂലമായി എന്തെങ്കിലും ഒന്ന് പ്രതിപാദിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അവിടെ നിന്നും മാറിപ്പോകും, അല്ലെങ്കിൽ അദ്ദേഹം ആ ഭക്തനെക്കുറിച്ചിട്ട് എന്തെങ്കിലും നല്ലത് അങ്ങോട്ട് പറയും. ഇതാണ് നിത്യം ഭാഗവത സേവയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രഘുനാഥ ഭട്ട ഗോസ്വാമി നിത്യവും രൂപഗോസ്വാമിക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട് ഭാഗവതം വായിക്കുമായിരുന്നു. അങ്ങനെ ഭാഗവതം ഉരുവിടുന്നതിലൂടെയാണ് രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് കൃഷ്ണപ്രേമം സിദ്ധിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഷഡ്ഗോസ്വാമിമാരിൽ ഒരാളാണ്. അപ്പോൾ ഈ അധ്യായം ഉപസംഹരിക്കപ്പെടുമ്പോൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ഞാൻ ഈ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കുറച്ച് ഭക്തന്മാരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ശാഖയിൽ നിന്നും 100ഉം 1000ഉം കണക്കിന് ശിഷ്യന്മാർ ഉദ്ഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ശാഖകളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഉപശാഖകൾ ഉണ്ടായിരിക്കുന്ന ഫലങ്ങളെല്ലാം തന്നെ കൃഷ്ണപ്രേമം പ്രദാനം ചെയ്യുന്നതാണ്. ഓരോ ശാഖയുടെയും ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കണമെങ്കിൽ അനന്തശേഷൻ്റെ 1000 നാവുകൾ കൊണ്ടുപോലും കഴിയുകയില്ല എന്ന് അദ്ദേഹം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ അധ്യായം ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നു, ശ്രീരൂപ രഘുനാഥ പാദേ യാരാശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. രൂപഗോസ്വാമി, രഘുനാഥദാസ ഗോസ്വാമി എന്നിവരുടെ പാദപദ്മങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി, കൃഷ്ണദാസനായ ഞാൻ ശ്രീ ചൈതന്യ ചരിതാമൃതം ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞ് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക്